ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ ഒക്കെ മാറ്റാനും ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കി നല്ല ബ്രൈറ്റൻ ആക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഓയിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പാക്കിന് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ഒരു മുൾട്ടാനി മിട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. നല്ലൊരു പൊടിയാണ്, നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു പൊടിയാണ്. അത് ഒരു സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് മിക്സ് ചെയ്യാനായിട്ട് 2 സ്പൂൺ തൈരാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ഫേസിനും നെക്കിനും എത്രയാണോ ആവശ്യം അത്രത്തോളം എടുക്കുക. എനിക്കിവിടെ 1 സ്പൂണേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 സ്പൂൺ എടുത്തത്. ഈ ഒരു പാക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ തൈരുള്ളത് കൊണ്ടാണ് തൈര് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഞാനൊരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിക്ക് കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുൾട്ടാനി മിട്ടിൻ്റെ പൊടി നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അധിക വിലയൊന്നുമില്ല, 40-50 രൂപയേ ഉള്ളൂ പൊടിക്ക് മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മേടിക്കുമ്പോൾ നിങ്ങൾ നല്ല പൊടി നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിക്സ് വരുന്ന പൊടിയൊന്നും മേടിക്കാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട രീതിയിൽ കിട്ടും കേട്ടോ. എന്താ പറയുക, മണ്ണിൻ്റെ ഒക്കെ കട്ടയില്ലേ, അതേപോലെ കിട്ടും. അത് മേടിച്ചിട്ട് പൊടിച്ചെടുക്കാനായാലും പറ്റൂ കേട്ടോ. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഓയിലി സ്കിൻ ടൈപ്പാണ്. അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നും ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പാക്ക് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ ഓയിലി സ്കിന്നുകാർക്ക് അനുഭവിക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിലാണ്. എവിടെ പോയാലും എന്ത് കാണിച്ചാലും നല്ലോണം ഫേസിൽ ഇങ്ങനെ ഓയിൽ വന്നിരിക്കും അല്ലേ. അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ കൂടുതലായിട്ടുള്ള ആ ഒരു ഓയിലൊക്കെ ഈ ഒരു പാക്ക് വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓയിലില്ലാത്ത രീതിയിലാക്കി തരും കേട്ടോ. ഒരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഞാനിത് റിമൂവ് ചെയ്യാൻ പോവാണ്. ഒന്ന് നനച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് ഞാൻ വിടുന്നില്ല കേട്ടോ. പാക്ക് ഒറ്റയടിക്ക് റിമൂവ് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ആയ പോലെ ഒന്നും നമുക്ക് തോന്നില്ല. ചെറിയൊരു ബ്രൈറ്റ്നെസ്സും ചെറിയൊരു എന്താ പറയുക, ആ ഒരു പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, അത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ഫേസിൽ നിന്ന് ഓയിലൊക്കെ പോയ ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. ഈ ഒരു പാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ്. ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടി ഡ്രൈ ആക്കൂട്ടെ ഈ ഒരു പാക്ക്. മുൾട്ടാനി മിട്ടിയുടെ പാക്ക് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യണം എന്നില്ല. കാരണം നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കി കളയും കേട്ടോ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 വട്ടമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം അത്രയൊക്കെ യൂസ് ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ടും സ്കിന്ന് നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഓയിൽ കണ്ടന്റ് ഒക്കെ മാറ്റിയിട്ട് ഓയിൽ ഫ്രീ ആക്കി വെക്കാനായിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.